കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി പുനരാരംഭിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. 10 വർഷം മുമ്പ് അനുമതി ലഭിച്ച കോടതിയുടെ പ്രവർത്തനം സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെടുകയായിരുന്നുവെന്ന് മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. ഇപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിയാലോചനകൾ നടത്തി പേപ്പർ വർക്കുകൾക്ക് തുടക്കം കുറിച്ചതായി മന്ത്രി പറഞ്ഞു. ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി കടുത്തുരുത്തിയിൽ മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി എന്നുള്ളത് നമ്മൾ 10 വർഷം മുമ്പ് അനുമതി കിട്ടിയതാണ്. പക്ഷേ അതിന് തുടർ നടപടികളിലേക്ക് പോകുന്നതിന് പല സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സങ്ങളെല്ലാം തുടർന്ന് പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് സർക്കാർ തലത്തിൽ നടത്തിയിട്ടുള്ളത്. പുതിയ ലോ മിനിസ്റ്റർ മുഖ്യമന്ത്രി തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനോടും അതുപോലെ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കോടതിയുടെ കാര്യങ്ങൾ വരുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടും തുടർ നടപടികളിലേക്ക് വരുന്നതിനെ കുറിച്ച് ചർച്ച നടത്തുകയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ധാരണയായിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ആദ്യഘട്ടം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് തുടർന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും. ഏതായാലും നടപടികൾ ആരംഭിച്ചു എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കുക. കോടതി സമുച്ചയത്തിന് ആവശ്യമായ സ്ഥലം കടുത്തുരുത്തി ടൗണിനോട് ചേർന്ന് കണ്ടെത്തി നൽകുവാൻ കടുത്തുരുത്തി പഞ്ചായത്തും ശ്രമിച്ചു വരികയാണ്. ഇതിനായുള്ള പ്രമേയം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഐക്യകണ്ഠേനയായി പാസാക്കിയതായി കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോയ്സ് ജോർജ് പറഞ്ഞു. കടുത്തുരുത്തി ആസ്ഥാനമായ ഒരു കോടതി വരുന്നത് തീർച്ചയായിട്ടും കടുത്തുരുത്തി, അതുപോലെ തന്നെ മാഞ്ഞൂര്, കുറവിലങ്ങാട്, ഞീഴൂര് പ്രദേശങ്ങളെ, കല്ലറ പ്രദേശങ്ങളെ കൂട്ടിയിണക്കുന്ന നീതിന്യായ വ്യവസ്ഥയിൽ അവരുടേതായ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് പ്രയോജനം ചെയ്യും. കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിനും വിട്ടു നൽകുന്നതിനുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് പ്രമേയം പാസാക്കുകയും അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ഥലം കണ്ടെത്തി നിശ്ചയമായിട്ടും സമയബന്ധിതമായി നടപ്പാക്കാൻ പറ്റും. അത് നടപ്പാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തിന് വലിയ ഒരു വികസന സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സത്യം. ജനങ്ങൾക്ക് നീതിന്യായ വകുപ്പിലൂടെ വേഗതയിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ കോടതി സ്ഥാപിക്കുന്നതിലൂടെ കഴിയും.